ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ് വരുന്നത്. 11 മലയാളികൾ അവിടെ തന്നെ ആകട്ടെ എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രാർത്ഥന. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകളെ തിരിച്ചറിയുകയാണ്. അതിലാണ് മലയാളിയുടെ പേര് വരുന്നത്. മലപ്പുറം സ്വദേശി ആണ്, 40 വയസ്സുള്ള കോതപ്പറമ്പ് കുപ്പന്റെ പുരയ്ക്കൽ നൂഹാണ് മരിച്ചത്. നൂഹ് കുറെ വർഷങ്ങളായി ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ആ വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ബന്ധുക്കൾക്ക് അല്പം മുൻപാണ് ഈ മരണം സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ഇങ്ങനെ ആകെ മരിച്ച 49 പേരിൽ 46 ഇന്ത്യക്കാരിൽ 12 പേർ മലയാളികളാണെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. ഇനിയും ആളുകളെ തിരിച്ചറിയാനുണ്ട്. ആളുകളെ ഇപ്പോൾ ഇന്ത്യക്കാരാണ് 46 പേരെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അവരുടെ മറ്റ് വിവരങ്ങൾ ലഭിക്കാനുണ്ട്. കാരണം അവരുടെ താമസ രേഖകളും പാസ്പോർട്ടും അടക്കമുള്ള രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് 46 ഇന്ത്യക്കാർ എന്ന് മനസ്സിലാക്കിയത്. ഇനി അവരുടെ DNA പരിശോധനയുടെ അടക്കം ഫലം വരുമ്പോൾ മാത്രമേ ഇവരുടെ പേരും അതായത് ഇവരുടെ മറ്റ് ബയോമെട്രിക് വിവരങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോഴാണ് എവിടെയാണ് താമസം, ഏത് ആളുകളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ വരാനുള്ളത്. അതുകൊണ്ടാണ് ഈ മരണസംഖ്യയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മൃതദേഹം തിരിച്ചറിയാനാകാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ട് പലരുടെയും. ഏതായാലും ഇപ്പോൾ 12ാമത്തെ ആള്, ഇന്നിപ്പോൾ 3 പേരെയാണ് രാവിലെ തിരിച്ചറിഞ്ഞത്. ആദ്യം ഇപ്പോൾ നമ്മൾ ഒടുവിലായി നമ്മൾ പറഞ്ഞിട്ടുള്ള മലപ്പുറം സ്വദേശി, അതോടൊപ്പം തന്നെ ഒരു പത്തനംതിട്ട സ്വദേശിയുടെയും കണ്ണൂർ സ്വദേശിയുടെയും അങ്ങനെ 3 പേരെ ഇപ്പോൾ അല്പം മുൻപ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ശരി സുരേഷ്.